ഫ്ലാറ്റിന് ഒരു 10 കോടി രൂപ ഒക്കെയാണെന്ന് ഇങ്ങനെ അശരീരി എവിടേക്കോ ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? കറക്റ്റാ, ഞാൻ കേട്ടായിരുന്നു അങ്ങനെയൊക്കെ ഫേസ്ബുക്കില്. അതെ, ഇവരൊക്കെ അങ്ങനെ പലതും പറയാം, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ എത്രയായി ഈ ഒരു കോസ്റ്റ് മേടിക്കാനും ഇന്റീരിയർ ചെയ്യാനും മൊത്തത്തിൽ ഓൾ ടുഗദർ? പൈസ നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഭയങ്കര പൈസ ആയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഒരു നിയർ 1 കോടി രൂപയൊക്കെയാണ് എല്ലാം കൊടുക്കും. പിന്നെ ഞാൻ ചിലപ്പം അതിൽ കൂടുതലും ആയി കാണും. കാര്യം എന്ന് വെച്ചാൽ ഇന്റീരിയർ ആണ് നമുക്ക് ഭയങ്കര പൈസയായി. ഞാൻ ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങി. ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങിയപ്പം ആ ഫർണിഷിങ് ഇതിലിപ്പം ഒരുപാട് പൈസയുടെ നഷ്ടം നമുക്ക് അല്ലാതുണ്ട്. കാര്യം ഞാൻ അല്ല, സെമി ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയിരുന്നല്ലോ അപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ ഒരുവിധം കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തും എല്ലാം വാങ്ങി, ഇതിനകത്തും എല്ലാം വാങ്ങി. ഇതിനകത്ത് ഇപ്പം ഇവിടെ ഉള്ളതിൽ AC ഒഴിച്ചിട്ട് ബാക്കി എല്ലാം നമ്മൾ പുതിയതായിട്ട് വാങ്ങിയല്ലേ ചെയ്തത്. അപ്പം അത് മാത്രമല്ല, ഉപയോഗിച്ചതെല്ലാം അത്യാവശ്യം കൂടിയ മെറ്റീരിയൽസാണ്. അപ്പൊ അതിന് അത്രയും പൈസയായി. പിന്നെ ഞാൻ അപ്പോഴല്ലേ അറിയുന്നത് ഈ സാധനത്തിനൊക്കെ ഇത്രയും വലിയ പൈസയാണെന്നുള്ളത്. സോ ഹാപ്പി. ആക്ച്വലി ഞാൻ ഈ ഒരു ഹോം ടൂറിന് എന്നെ ബിഹൈൻഡ് വിളിച്ചപ്പോൾ അഖിലേട്ടന്റെ ആയതുകൊണ്ട് ഞാൻ ആങ്കറിങ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഐ വാസ് സോ ഐ എം സ്റ്റിൽ എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. എനിക്ക് ചേച്ചിയും അഖിലേട്ടനും കുഞ്ഞുങ്ങളും ശീശും എന്നൊക്കെ പറഞ്ഞത് ഒരാൾ അവിടെ കിടന്ന് മലന്ന് കളിച്ചുകൊണ്ടിരിക്കുക. സോ ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര പ്രൗഡാണ് ഈ ഒരു ഗ്രോത്ത് കാണാൻ പറ്റിയതിലും. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നേരിട്ട് കണ്ടില്ല അവർ വന്ന വഴികളും താമസിച്ച സാഹചര്യങ്ങളും ഒക്കെ കണ്ടില്ല. അപ്പം ഈ ഒരു വെൽ ഡിസേർവിംഗ് ഗ്രോത്തിലേക്ക് ഞാൻ സത്യം പറഞ്ഞ ഇത് നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കുന്ന സമയത്ത് ഞാൻ ഇരുന്നുകൊണ്ട് പറയും, നീ 1 വർഷം മുമ്പ് നീ ചിന്തിച്ചിട്ടുണ്ട് ലക്ഷ്മി, ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ഇവിടെ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു സ്വന്തമായിട്ട് അത് എനിക്ക് തോന്നുന്ന ഈ ഫ്ലാറ്റിൽ തന്നെ ഏറ്റവും പൈസ മുടക്കി ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഒരു പക്ഷേ ഇതായിരിക്കും, എനിക്കറിയില്ല. അപ്പം അത്രയും നമുക്ക് ഒരു സാഹചര്യം ഉണ്ടായതിന് ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മുടെ എഫേർട്ടിൻ്റെയാണ്, അധ്വാനത്തിൻ്റെയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് ഈ നടന്നതൊക്കെ തന്നെ നമുക്ക് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റ് ഞാൻ ഒന്നിലും കാണിക്കാത്തത്. ഞാൻ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, അതായത് നാളെ ഷൂട്ടാണ്, തലേ ദിവസം നമ്മുടെ ക്യാമറമാനും അസോസിയേറ്റും എല്ലാവരും അവർ തമാശക്കിരുന്ന് പറയും, ഇപ്പൊ ഇവിടെ ഇരുന്ന് ഡയലോഗൊക്കെ അടിച്ചിട്ട് കിടക്കും. നാളെ ഇങ്ങനെ നമ്മൾ പലരെയും കണ്ടിട്ടുള്ളതാണ്. സെറ്റും പരിപാടിയും ബഹളവും ഒക്കെ കാണുമ്പോഴത്തേക്കും മിക്കവാറും അവിടെ തലയും കറങ്ങി അവിടെ കിടക്കും. അങ്ങനെ കണ്ടില്ല എന്ന് മാത്രമല്ല, ക്യാമറമാനെയും തെറിയും വിളിച്ചുകൊണ്ട് ഡയറക്ടറായ അത് അത്രയും സീനിയർ ആയ ക്യാമറമാൻ്റെ അടുത്ത് നിങ്ങളത് ആര് പറഞ്ഞു അവിടെ തറ കിടന്ന കരിയിൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് ആ കരിയിൽ എവിടെ വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഷൗട്ട് ചെയ്ത് അത്രയും ഡൊമിനൻ്റ് ആയിട്ട് അത് ചെയ്ത ഒരാളാണ് ഞാൻ. ബിഗ് ബോസ് ഹൗസിനകത്തും എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല.